ആ തീരുമാനമെടുക്കാൻ ഒരു 48 മണിക്കൂറിലധികം സമയം കോൺഗ്രസ് ഹൈക്കമാൻഡിനും കോൺഗ്രസ് ലീഡർഷിപ്പിനും വേണ്ടിവരില്ല. ആ തമ്മിൽ തല്ല് ഇപ്പോൾ യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുഴുവൻ UDF-നെതിരായിരുന്നു. ഒരു വലിയ വിഭാഗം മാധ്യമം. ആരാ സ്വരാജിനെ തകർത്തത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന് ഫലത്തിനായി കാത്തു നിൽക്കുകയാണ് കേരളം. ശക്തമായ ഭരണവിരുദ്ധ വികാരവുമൊക്കെ പറയുന്നു. അതുപോലെ UDF വലിയ പ്രതീക്ഷയിലും നിൽക്കുന്നു. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ മുഖ്യമന്ത്രി വിവാദം ആവശ്യമായിരുന്നു. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നത് എവിടെയാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നത് എന്നാണ്. സത്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള പേരുകാരെക്കുറിച്ച് പറയുന്നു. ഇവരാരും ഒരു ദിവസം പോലും ഞങ്ങൾ മുഖ്യമന്ത്രി ആവണമെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾക്കോ ആളുകളെ അണിചേർത്ത് കൂടെ നിർത്തുന്നതിനോ ഒന്നും ആഗ്രഹിക്കാത്ത ആളുകളാണ്. ആഗ്രഹിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു പറ്റം മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പിണറായി പണ്ട് ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് കോൺഗ്രസ് ആണ്. ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട്. പണ്ടത്തെ പോലെയല്ല, പകൽ വെളിച്ചത്തിൽ തന്നെ ആ മാധ്യമ സിൻഡിക്കേറ്റ് വളരെ സക്രിയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. 24 മണിക്കൂറിനിടെ 40 കള്ളങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് VD സതീശൻ പറഞ്ഞ ആ മാധ്യമം അങ്ങനെയുള്ള മാധ്യമങ്ങൾ, ഈ മാധ്യമങ്ങൾ കൊണ്ടുവന്നൊരു വിഷയമാണ് മുഖ്യമന്ത്രി തർക്കം എന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം കേരളത്തിൽ ഒരു UDF മന്ത്രിസഭ ഉണ്ടാകും എന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ വരാൻ വേണ്ടി പോകുന്ന ഒരു സർക്കാർ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയായിരിക്കും അധികാരത്തിലേക്ക് വരിക എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ചർച്ച നടക്കുമ്പോൾ ശ്രീ KC വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്ന MLA-മാർ 36 പേർ, രമേശ് ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്ന MLA-മാർ 12 പേർ, VD സതീശന്റെ കൂടെ നിൽക്കുന്ന MLA-മാർ 8 പേർ എന്ന് പറഞ്ഞാൽ 20, 30, 50, 56 സീറ്റിലധികം കോൺഗ്രസിന് നൽകിയിട്ടാണ് ഇത്തരം മാധ്യമ സിൻഡിക്കേറ്റുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം UDF അധികാരത്തിൽ വരും എന്ന് ഉറപ്പായ ഒരു ഘട്ടത്തിൽ അണികൾക്കിടയിൽ ഒരു വിഭ്രാത്മകത ഉണ്ടാക്കാൻ, അതല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ. കാരണം കുറേ നാളുകളായി കോൺഗ്രസിന് ഒരു വസന്തം വന്നു നിൽക്കുകയാണ്. കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയൊരു ദുരന്തമുണ്ട്. ആ ദുരന്തം എന്ന് പറയുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. ആ ഗ്രൂപ്പിൻ്റെ സകല എന്താണ് പറയുന്നത് മോശാവസ്ഥയും നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അടിക്കടി അതിശക്തമായി ഉയർന്നു വരുന്നു എന്ന് കാണുന്ന ഒരു ഘട്ടത്തിൽ മത്സരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അപ്രതീക്ഷിതമായിട്ടുള്ള വിജയം സ്വന്തമാക്കി മുന്നേറുന്നു എന്ന് കണ്ടപ്പോൾ കോൺഗ്രസിനെ പിടികൂടാൻ ഈ മാധ്യമ സിൻഡിക്കേറ്റിന്റെ മുമ്പിൽ ആയുധമില്ല. കാരണം 10 വർഷത്തെ പോരാട്ടത്തിന്റെ അന്തിമ ഫലം കാത്തു നിൽക്കുന്ന കേരളത്തിലെ ഒരു ജനതയുണ്ട്. നായ്ക്കുരണപ്പൊടി ഏറ്റുവാങ്ങി ചൊറിഞ്ഞ് തടിച്ച ശരീരവുമായി ബൂത്തിനകത്ത് തന്നെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിരുന്ന ബൂത്ത് ഏജന്റുമാരുണ്ട്. എത്രയോ കാലം 1000 രൂപയുടെ പ്രതിഫലം പോലും വാങ്ങിക്കാതെ ഓരോ ബൂത്തുകളിലും രാപ്പകലില്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ബൂത്ത് പ്രസിഡന്റുമാരുണ്ട്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളിൽ 1000 രൂപയുടെ പ്രതിഫലം വാങ്ങിക്കാതെ കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു സമര സംഘടനയായി, ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയായി പ്രവർത്തിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുണ്ട്. ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളെ എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബ്ലോക്കിനകത്ത് പ്രവർത്തിച്ച ബ്ലോക്ക് കമ്മിറ്റികളുണ്ട്. ആ ബ്ലോക്കുകൾക്ക് മുകളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുണ്ട്. അടിവാങ്ങിച്ച് ഇടിവാങ്ങിച്ച് പൂച്ചടി കൊണ്ട് ഇടിയേറ്റ് മൃഗീയമായ ലാത്തിച്ചാർജിന് ഇരയായിട്ടുള്ള ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസിൻ്റെയും കേരള വിദ്യാർത്ഥി യൂണിയൻ്റെയും ചുണക്കുട്ടികളുടെ ചോര ഈ കേരളത്തിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ 10 വർഷക്കാലം നിരന്തരമായ പോരാട്ടം നടത്തി CPM-ന്റെ അക്രമത്തിനിരയായി പിടഞ്ഞു വീണു മരിച്ച ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഒക്കെ ചുടുരക്തത്തിൽ വാർത്തെടുത്ത ഒരു വിപ്ലവ പാർട്ടി എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ കോൺഗ്രസ് 10 വർഷം കൊണ്ട് വളർന്നു. അതിനകത്ത് വിതച്ചവരും കൊയ്തവരൊക്കെ ധാരാളമുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും അതിനകത്ത് സമതുല്യരാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എല്ലാവർക്കും അതിനകത്ത് അവരവരുടേതായിട്ടുള്ള ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയുന്നവരാണ് എന്ന അഭിപ്രായമുള്ളവരാണ് ഞാൻ. അത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു പ്രവർത്തകൻ മുതൽ
ഏറ്റവും മുകളിൽ നിൽക്കുന്ന നമ്മുടെ നേതാക്കന്മാർ വരെയുള്ളവർക്കെല്ലാം ഇതിനകത്ത് ഇതുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി വളരെ ഏകീകരിച്ചുണ്ടാക്കിയ ഒരു സമരസംഘടനയായി ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഇലക്ഷനെ നേരിട്ടത്. ആ ഇലക്ഷനിൽ കോൺഗ്രസ് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വർദ്ധിത വീര്യത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോയി. ആ ഐക്യത്തോടെ മുന്നോട്ട് പോയതിൻ്റെ പ്രതിഫലമാണ് ഈ 4-ാം തീയതി ലഭിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ എനിക്ക് ഉറപ്പാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വന്നാലും ആ തീരുമാനമെടുക്കാൻ ഒരു 48 മണിക്കൂറിലധികം സമയം കോൺഗ്രസ് ഹൈക്കമാൻഡിനും കോൺഗ്രസ് ലീഡർഷിപ്പിനും വേണ്ടി വരില്ല. കാരണം ഇത്രയധികം ത്യാഗം ചെയ്തവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനും പറ്റും. ഇപ്പോൾ 2, 3, 4 ആളുകളുടെ പേരുകൾ വരികയാണെങ്കിലും അതിനകത്ത് ഒരു വിട്ടുവീഴ്ച ചെയ്ത്, കാരണം ഒരാൾക്ക് മാത്രമേ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി പറ്റൂ. ഇനി എത്ര വാശി പിടിച്ചാലും എത്ര സംഘർഷം ഉണ്ടാക്കിയാലും ഒരാൾക്ക് മാത്രമേ പറ്റൂ. ആ ഒരാളെ പാർട്ടിയുടെ പരമാധികാര സഭ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരമാധികാര പോയിന്റിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ, MLA-മാരുടെ പിന്തുണ ആർജിക്കാൻ അത്തരം നേതാക്കന്മാർക്ക് സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനകത്തൊന്നും വേറൊരു അഭിപ്രായം ഉണ്ടാവില്ല. ഇതിനേക്കാളൊക്കെ എത്രയോ സംഭവങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിട്ട് പൂർവ്വകാലത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നീന്തിക്കടക്കാൻ സാധിച്ചവരാണല്ലോ ഈ പാർട്ടി. ശരിക്കും കേരളത്തിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ നിലനിന്നപ്പോൾ, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ 2 എതിരാളികളായി കെ കരുണാകരനും AK ആൻ്റണിയും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ, കെ കരുണാകരൻ 91-ൽ മുഖ്യമന്ത്രിയാകുമ്പോൾ ആൻ്റണി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. 2001-ൽ AK ആൻ്റണി മുഖ്യമന്ത്രിയാകുമ്പോൾ കെ കരുണാകരനും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. 2011-ലാണെങ്കിൽ ഉമ്മൻചാണ്ടിക്കും ഒരു എതിരാളി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കാണാത്ത തരത്തിൽ മുഖ്യമന്ത്രിമാരുടെ പേരുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ വളരെ വൃത്തികെട്ട രീതിയിൽ പരസ്പരം പോരടിക്കുകയാണ് പല ആളുകളും. ഇതൊക്കെ പ്രവർത്തകർ എന്നതിനപ്പുറം ജനങ്ങൾ നൽകിയ ഒരു വിശ്വാസത്തിനെതിരല്ലേ? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എപ്പോഴാണ് ഉണ്ടാവേണ്ടത്? 4-ാം തീയതി കഴിഞ്ഞ് ഒന്നിലധികം ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കണ്ടാൽ അവിടെ ഒരു വോട്ടെടുപ്പ് നടക്കും. അല്ലെങ്കിൽ അവിടെ ഒരു എന്താണ് പറയുന്നത്, അംഗങ്ങളിൽ നിന്നുള്ള ഒരു അഭിപ്രായ രൂപീകരണം നടത്തും. ആ രൂപീകരണത്തിന് ശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കും. വൺസ് തീരുമാനിക്കപ്പെട്ടാൽ പിന്നെ അതിനകത്ത് വേറൊരു അഭിപ്രായമില്ലല്ലോ. പിന്നെ കോൺഗ്രസിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, മനോഹാരിത എന്ന് പറയുന്നത് തന്നെ ഒന്നിലധികം അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്ലാതെ കേരളം മുഴുവൻ ഒരാളുടെ ഫോട്ടോ മാത്രം വെച്ചിട്ടുള്ള ഹോർഡിങ്ങുകൾ സ്ഥാപിച്ച് ഒരു ഏകഛത്രാധിപതി പോലെ, അതായത് നമ്മളെ ഓർമ്മിക്കേണ്ടത്, ആരോ ഒരാൾ സൂചിപ്പിച്ചതുപോലെ 5 വർഷത്തേക്ക് ഭരിക്കാൻ ഒരു ഏകാധിപതിയെ തീരുമാനിക്കുന്നതാണ് കേരളത്തിൻ്റെ ജനാധിപത്യം എന്ന് പിണറായി വിജയനെ നോക്കി പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാൾ മാത്രം ഭരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ കോൺഗ്രസ് അങ്ങനെ അല്ലല്ലോ. അപ്പം അതുകൊണ്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ചയ്ക്കും ഇപ്പോൾ പ്രസക്തിയില്ല. ഇപ്പോൾ 3 പേരുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ വലിയ പോരാട്ടവും നടക്കുന്നു. അപ്പോൾ 3 പേരിൽ ഒരാൾക്ക് മാത്രമേ മുഖ്യമന്ത്രി ആകാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് ഇത് തീരുമാനിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ പഴയ ഗ്രൂപ്പ് പോരിലേക്ക് തന്നെ കടക്കുമോ, അല്ലെങ്കിൽ വിഭാഗീയ പ്രവർത്തനങ്ങളെ കൊണ്ട് കോൺഗ്രസ് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ കൊണ്ടുപോകാനുള്ള ശക്തി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇനി ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അതൊക്കെ ഒരു കഴിഞ്ഞ കാല ഓർമ്മകൾ മാത്രമാണ്. ഇപ്പം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ നേതാവിനും ഓരോ റോളുകൾ നിർവഹിക്കാനുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ സംഘടനയെ ഒരു സമര സംഘടനയാക്കി മാറ്റുന്നതിൽ ഐതിഹാസികമായിട്ടുള്ള വിജയം കൈവരിച്ച ഒരാളാണ്. സ്വാഭാവികമായും ആ മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിണിത പ്രജ്ഞത, അല്ലെ, ഇത്രയും കാലത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, അദ്ദേഹം വഹിച്ചിരുന്ന പദവികളിൽ, ആ പദവികളിലെല്ലാം അദ്ദേഹം നടത്തിയിട്ടുള്ള നിസ്തുലമായിട്ടുള്ള പോരാട്ടം, അദ്ദേഹം ഈ പാർട്ടിക്ക് നൽകിയിട്ടുള്ള പിന്തുണ, പ്രത്യേകിച്ച് 9 വർഷക്കാലം KPCCയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹം പാർട്ടിക്ക് നൽകിയിട്ടുള്ള വലിയ പിന്തുണ, അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കേരളത്തിലെ ജനത ഓർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഒരു രീതിയിലുള്ള മോശവും പറയാൻ പറ്റാത്ത ഒരാളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കേട്ട് വരുന്ന പേരുകൾ, അതിലൊരു പേര് എന്ന് പറയുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലാണ്. അപ്പം ദീർഘകാലമായിട്ട് അദ്ദേഹം ഈ പാർട്ടിയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർമ്മിക്കേണ്ടത് BJP എല്ലാ അർത്ഥത്തിലും ആവേശത്തിലും
കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, കോൺഗ്രസിനെ തന്നെ ഒറ്റുകൊടുത്ത് നിരവധി നേതാക്കന്മാർ ഈ പാർട്ടി വിട്ടു പോകുന്ന, പാർട്ടിയുടെ അക്കൗണ്ടിൽ പോലും നയാ പൈസ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് പാർട്ടി എത്തിച്ചേരുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ള പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇന്ത്യ ആസകലം രാഹുൽ ഗാന്ധിക്ക് ഇടതും വലതും നിന്ന് സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ശ്രീ കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിട്ടുണ്ടായത്. ആ കാലങ്ങളിലെല്ലാം അദ്ദേഹം ഒരുപാട് അപമാനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ്. എവിടെയെങ്കിലും കോൺഗ്രസിന് ഒരു പോറൽ പറ്റിയാൽ അതിൻ്റെ സകല ഉത്തരവാദിത്വവും കെ.സി. വേണുഗോപാലിൻ്റെ മുകളിൽ ഏൽപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ മുകളിൽ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്ന എത്രയോ കാലം ഈ കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടു. പക്ഷേ അതിൽ നിന്നൊക്കെ പൊടുന്നനവേ ആളുകൾ മാറുകയും അദ്ദേഹത്തെ വലിയ തോതിൽ കേരളത്തിൽ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാരത് ജോഡോ യാത്രയാണ്. അപ്പം ഭാരത് ജോഡോ യാത്രയ്ക്ക് മുമ്പിൽ വിയർത്ത് കുളിച്ച് ഓടുന്ന ശ്രീ കെ.സി. വേണുഗോപാലിൻ്റെ ഒരു ഫോട്ടോ ഇന്ന് കേരളത്തിലാകെ തരംഗമാണ്. അപ്പോൾ ഒരു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, അത്രയും പ്രധാനപ്പെട്ട ഒരു പദവിയിൽ നിൽക്കുന്ന ഒരാൾ, ഒരു സാധാരണ ലോക്കൽ സംഘാടകനായി ആ ജാഥയ്ക്ക് മുമ്പിൽ വിയർത്ത് കുളിച്ച് ഓടുന്ന ചിത്രം ഏത് കോൺഗ്രസ്സുകാരൻ്റെ മനസ്സിനെയും ത്രസിപ്പിക്കുന്ന ഒന്നാണ്. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാൾ, പ്രത്യേകിച്ചിട്ട് ഈ സംഘടനാ പ്രവർത്തന കാലഘട്ടത്തിൽ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വിശാരദനായിട്ടുള്ള, തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ തന്ത്രങ്ങളൊക്കെ ഒരുക്കുന്ന കനകുലുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടു. അപ്പോൾ ആ കനകുലുവായിട്ട് ബന്ധപ്പെട്ടിട്ടും ഏതെങ്കിലും മോശം വാർത്തകൾ വരുമ്പോഴും അതിൻ്റെ ചുമതലയും കെ.സി. വേണുഗോപാലിനെ ഏറ്റെടുക്കേണ്ടി വന്നു. അതിനുശേഷം നമുക്കറിയാം കേരളത്തിലെ KPCCയിൽ മാറ്റമുണ്ടായി. KPCക്കകത്ത് ഒരുപാട് ഏകീകരണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. സംഘടനാ രംഗത്ത് ഒരുപാട് പുനഃക്രമീകരണങ്ങൾ ഉണ്ടായി. സംഘടനയ്ക്കകത്ത് പുനഃസംഘടന നടത്തപ്പെട്ടു. ആ സമയങ്ങളിലെല്ലാം ഒരു അപസ്വരമില്ലാതെ അതിനെ പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ AICCക്ക് വളരെ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഓരോ ആളുകൾക്കും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കൊയ്യൻ ജനാർദ്ദനൻ എന്ന് പറയുന്ന തളിപ്പറമ്പിലെ റബൽ ഒഴിച്ചാൽ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 92 സീറ്റിൽ 91 സീറ്റിലും ഒരു റബലില്ലാത്ത തെരഞ്ഞെടുപ്പുണ്ടായി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയിൽ പങ്കെടുത്ത നേതാക്കന്മാരോടൊപ്പം തന്നെ AICCക്ക് അതിനകത്ത് വലിയ റോളുണ്ട്. അതുപോലെ തന്നെ വേദന അനുഭവിച്ച് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ അഖിലേന്ത്യാ ചുമതലയുള്ള, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ കെ.സി. വേണുഗോപാൽ തന്നെ നേരിട്ടെത്തി എന്നൊക്കെ പറയുന്നത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് എല്ലാ ലീഡേഴ്സിനും അവരവരുടേതായ ക്വാളിറ്റി ഉണ്ട്, ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉണ്ട്, സംഘടനാപരമായിട്ടുള്ള ഓർഗനൈസേഷണൽ കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ആര് വേണം? അത് ഹൈക്കമാൻഡും കോൺഗ്രസ് MLA-മാരും നിശ്ചയിക്കും. അത് ഒരു ചർച്ചയ്ക്കും വിധേയമാകേണ്ട ഒരു വിഷയമല്ല. അങ്ങനെ വിഷയം കൊണ്ടുവന്ന് കോൺഗ്രസിനകത്തൊരു ഉൾപാർട്ടി തകർച്ചയുണ്ടാക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളെ കരുതിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തകന്മാരെ സംബന്ധിച്ചും ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരെ സംബന്ധിച്ചും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അനുഭാവി വൃന്ദത്തെ സംബന്ധിച്ചും ഇപ്പോൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പിൽ മൊത്തം കോൺഗ്രസിനെ കുറിച്ചോ UDFനെ കുറിച്ചോ ഒന്നും പറയാനില്ലാതിരിക്കുമ്പോഴും പൊതുവെ LDFിൽ പെടുന്നവരും മറ്റുള്ളവരും പറഞ്ഞത് അവർക്ക് ഭരണം കിട്ടിയിട്ട് എന്താ കാര്യം, തമ്മിൽ തല്ലാനല്ലേ എന്നുള്ള തരത്തിലായിരുന്നു. ആ തമ്മിൽ തല്ല് ഇപ്പോൾ യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മാധ്യമങ്ങളുടെ ഇടപെടൽ മൂലം അത് പ്രവർത്തകർക്ക് വലിയ നിരാശയുണ്ടാക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ ഈ ഫലം വന്നതിന് ശേഷം അത് പാർട്ടിയെ ബാധിക്കുന്ന തരത്തിൽ പോകും. ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം എന്താ അറിയോ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുഴുവൻ UDFനെതിരായിരുന്നു. ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ എതിർപ്പിനെയും അവഗണിച്ച് പിണറായി വിരുദ്ധതയുടെ പേരിൽ UDFന് വോട്ട് രേഖപ്പെടുത്തി എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ വീണ്ടും ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. സത്യത്തിൽ ഇത്രയും വലിയ വിഭാഗീയതയെക്കുറിച്ച്, സംഘർഷത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ CPMനെ കുറിച്ചിട്ട് ആരും സംസാരിക്കാത്തത്? CPM ചെയ്തതെന്താണ്? CPMൻ്റെ ഒരു മുൻനില ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. G. സുധാകരനെ പോലെ, അതുപോലെ തന്നെ തോമസ് ഐസക്കിനെ പോലെയുള്ള ധാരാളം നേതാക്കന്മാർ, ശൈലജ ടീച്ചറെ പോലുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അവരെല്ലാം ഒരു ഭാഗത്തേക്ക് ഒതുക്കി. KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂര് പോലുള്ള UDFന്റെ ഒരു ഉരുക്കു കോട്ടയിലേക്ക് കൊണ്ടുപോയി നാളത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് അറിയപ്പെട്ടിരുന്ന
കെ ശൈലജയെ കൊണ്ടുപോയി മത്സരിപ്പിച്ചതാരാണ്? എന്തിനാണ് 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മത്സരിച്ച് വിജയിച്ച ഒരു മണ്ഡലത്തിൽ നിന്ന് അവരെ മാത്രം മാറ്റേണ്ട ആവശ്യം? ബേപ്പൂരിൽ റിയാസ് മത്സരിക്കുന്നു, അതുപോലെ തന്നെ പിണറായിയിൽ ധർമ്മടത്ത് പിണറായി മത്സരിക്കുന്നു, കാരായി രാജൻ തലശ്ശേരിയിൽ മത്സരിക്കുന്നു, ഉദുമയിൽ CH കുഞ്ഞമ്പു മത്സരിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ തൃക്കരിപ്പൂരിൽ മുസ്തഫ അപ്പം ഞാൻ ജയിക്കുന്ന പഴയ കാല MLA-മാരെല്ലാം അവരവരുടെ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കുമ്പോൾ എന്തിനാണ് ശൈലജ ടീച്ചറെ മാത്രം സിറ്റിംഗ് സീറ്റിൽ നിന്ന് മാറ്റുന്നത്? അപ്പൊ പറയാം, ശൈലജ ടീച്ചർ മാത്രമല്ല, സിറ്റിംഗ് സീറ്റിൽ നിന്ന് മാത്രമേ മാറ്റിയ ഒരു ഉണ്ണികൃഷ്ണൻ കൂടി എറണാകുളം ജില്ലയിലുണ്ടെന്ന് സാഹചര്യത്തിലാണ് മാറ്റിയത് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയും വലിയൊരു വിഭാഗീയത ഉണ്ട്. അവിടെ വിഭാഗീയത എന്ന് പറയുന്നത് അരിഞ്ഞിടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വെട്ടിമാറ്റുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിരന്തരമായി തോൽക്കുന്ന സ്ഥലത്ത് നിർത്തി ഒരാൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അപമതിപ്പുകളും ഉണ്ടാക്കി അവരെ രാഷ്ട്രീയപരമായിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ്. അതല്ല നമ്മൾ കാണേണ്ടത്. ഇപ്പം നമ്മൾ കാണേണ്ടത് കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിട്ട് അവരുടെ ഏറ്റവും തീക്ഷ്ണമായി നിൽക്കുന്ന ഒരു യുവരക്തം എന്ന് പറയുന്നത് സ്വരാജാണ്. സ്വരാജിൻ്റെ പ്രസംഗങ്ങളെല്ലാം ഒരു കാലത്ത് ഞാനും വളരെ ആകാംക്ഷയോടുകൂടി കേട്ടിരുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ നോളജ്, ഇതിനൊക്കെ ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷെ ആരാ സ്വരാജിനെ തകർത്തത്? കേരളത്തിൽ ഒരു വട്ടം കൂടി MLA ആകാതിരിക്കാൻ, കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ ഒരു അംഗമല്ലാതാക്കി മാറ്റാനുള്ള ശ്രമകരമായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്തതാരാണ്? നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കണ്ടേ? കേരളത്തിൽ ഇവിടെ തൃക്കാക്കരയിൽ 25,000 വോട്ടിന് വിജയിക്കുന്നു. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി മരിച്ച പുതുപ്പള്ളിയിൽ 37,000 വോട്ടിന് വിജയിക്കുന്നു. അതുപോലെ തന്നെ പാലക്കാട്ട് 18,000 വോട്ടിന് വിജയിക്കുന്നു. കേരളത്തിൽ അത്രയും ഒരു കൊടുങ്കാറ്റ് പോലെ UDF വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലമ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ, അതും അവിടെ ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് MLA CPM-നെതിരായി മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ സ്വരാജിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്താൻ ആരാണ് CPM-ന് ബുദ്ധി നൽകിയത്? അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? അദ്ദേഹം ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ തന്ത്രം തന്നെയാണ്. എന്നിട്ട് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുടുംബം വിമർശിക്കുകയാണ്. അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല, അദ്ദേഹം AKG സെൻട്രൽ കൃത്യമായിട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുക കൂടി ചെയ്യുമ്പോൾ അടുത്ത ഒരു പാർട്ടിക്കകത്തെ രക്തസാക്ഷി പരിവേഷം ഉണ്ടാകാൻ വേണ്ടി പോകുന്ന നേതാവാണ് സ്വരാജ്. അപ്പോൾ സ്വരാജിനെ പോലുള്ള നല്ല നേതാക്കന്മാരെ, കെ ശൈലജയെ പോലുള്ള ഒരു കാലഘട്ടത്തിൽ വലിയ പ്രീതി CPM അനുഭാവികൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത നേതാക്കന്മാരെയെല്ലാം അരിഞ്ഞു വീഴ്ത്തുന്ന ഒരു സമീപനം CPM-നകത്ത് തുടർച്ചയായി നടക്കുമ്പോൾ ആ പാർട്ടിയെ വിമർശിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നാവില്ലാതെ പോവുകയും കേരളത്തിലെ കോൺഗ്രസിനോടൊപ്പം അല്ലെങ്കിൽ UDF-നോടൊപ്പം ഏതെങ്കിലും നേതാക്കൾ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഓടിപ്പോയി ഗൺമൈക്കെടുത്ത് അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ത്രെഡ് ഉപയോഗിച്ച് ഒരു വലിയ വാർത്ത സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു അപകടകരമായിട്ടുള്ള മായാലോകത്തിലേക്ക് കേരളത്തിലെ മാധ്യമ സമൂഹത്തിൽ മഹാഭൂരിപക്ഷവും മാറി എന്നുള്ളിടത്ത് മാത്രമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചർച്ച. അതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയും ഒരു അപകടവും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ടാകാൻ വേണ്ടി പോകുന്നില്ല.